എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് കുറച്ച് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കുറച്ച് അഫോർഡബിൾ റേറ്റിനുള്ള ഒരു 4-5 ലിപ്സ്റ്റിക്ക് പറഞ്ഞു തരുമോ, അത് നമ്മുടെ ഫേസ് കുറച്ചൊന്ന് ബ്രൈറ്റനിങ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കുകൾ പറഞ്ഞു തരുമോ എന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ കുറച്ച് അഫോർഡബിൾ റേറ്റിന് നമുക്കിപ്പം വലിയ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് എപ്പോഴും അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് പലരും കാണും. അതായത് മാറിയും തിരിഞ്ഞും ഒക്കെ യൂസ് ചെയ്യണം, അതിൽ ന്യൂഡ് വേണം, എന്നാൽ അതിൽ കുറച്ച് ഏതെങ്കിലും ഒരു ഒക്കേഷന് പോകാൻ പറ്റിയ ഒരു ഡീപ്പായിട്ടുള്ള ഷെയ്ഡ് വേണം. അങ്ങനെ പറ്റിയ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചേട്ടോ. അങ്ങനെ നിങ്ങൾക്കറിയാം ഞാനൊരു ലിപ്സ്റ്റിക് ഭ്രാന്തിയാണെന്നുള്ളതും. അങ്ങനെ ഞാൻ വാങ്ങി തപ്പി ചെന്നതാണ് ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇന്നത്തെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ വാങ്ങിയത് ഇതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഹെർബ്സിന്റെ ആണ് കേട്ടോ. ജസ്റ്റ് ഹെർബ്സിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൽ ലിക്വിഡൈസ് ഉണ്ട്, സീക്ക ഉണ്ട്, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലിപ്സ്റ്റിക് ആണ് ഇതെന്നാണ് അവർ അവകാശപ്പെടുന്നത് കേട്ടോ. അപ്പോ ഞാനിവിടെ ഇതൊരു കോംബോ പാക്ക് ആയിട്ടാണ് കിട്ടുന്നത്. ഇതിൽ 1, 2, 3, 4, 5 ഷെയ്ഡുകൾ ഉണ്ട് കേട്ടോ. ഇവരുടെ തന്നെ ലിക്വിഡ് അല്ലാത്ത മറ്റേ മാറ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതിന്റെ മിനീസ് ഒരു 18 എണ്ണം വരുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എങ്കിൽ അവരുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു സംഭവം. ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇത് എനിക്കൊരു 400 രൂപ റേഞ്ചിലാണ് കേട്ടോ കിട്ടിയത്. ഈ ഒരു 5 ലിപ്സ്റ്റിക്ക് വേർത്താണ്, ഓഫേഴ്സിൽ വരും, നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു 5 ഷെയ്ഡ് ഇരിക്കുന്നത്. ഒരു 5 ലിപ്സ്റ്റിക് ആണ്, മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എൻ്റെ കൈയുടെ ഇത്രയേ ഉള്ളൂ സംഭവം, മിനി ആണ്. ഇതിൽ ഞാൻ വാങ്ങിയിരിക്കുന്ന ഡീപ്സ് ആൻഡ് റെഡ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു 5 കോംബോ വരുന്നതാണ്. ഇവർ തന്നെ ന്യൂഡ് കോംബോ ഉണ്ട്. ന്യൂഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുമെന്ന് തോന്നുന്നു, ഞാൻ ന്യൂഡ് എടുത്തില്ല കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഡീപ്സ് ആൻഡ് റെഡ് ആണ്. ഇത് അത്ര ഡീപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ അറിയാലോ. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, അത് പിങ്ക് ആണെന്ന് തോന്നുന്നു, പിങ്കിഷ് കൈൻഡ് ഓഫ് വരുന്ന ഒരു 5 ഉണ്ട്. ഞാൻ അത്ര പിങ്കിന്റെ മെറൂൺ അങ്ങനെയുള്ള അത്ര എനിക്കൊരു ഇഷ്ടമില്ലാത്തതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ല. എനിക്ക് ബ്രൗണും റെഡ് കൈൻഡ് ഓഫ് ഷെയ്ഡൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം എടുത്തത്. 5 ആണ് വരുന്നത്. ഇതിലിപ്പോ ഉള്ളത് 5 ഒരെണ്ണം ഹിബിസ്കസ് റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഉണ്ട്, പ്ലം റോസ് എന്ന് പറയുന്ന ഷെയ്ഡ് ഉണ്ട്, ഡസ്കി റോസ് ഉണ്ട്, റേസിൻ റസ്റ്റ് ഉണ്ട്, ബീട്രൂട്ട് ബർഗണ്ടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5 ഷെയ്ഡാണുള്ളത്. നമുക്ക് എന്തായാലും ഇത് ഓരോന്നിന്റെ സ്വാച്ചസ് ഇങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാൻ കേട്ടോ. അത് ഇങ്ങനെയാണ് കേട്ടോ 5 എണ്ണം ഇരിക്കുന്നത്, ഒരു 5 എണ്ണം കേട്ടോ. ഓരോന്നും മിനിയാണ് കേട്ടോ, ഇത്രേ ഉള്ളൂ സംഭവേ. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ക്യാമറ കുറച്ച് നടുത്തോട്ട് വെച്ചിട്ടോ. ഞാനൊരു ലിപ് ബാം ആണ് ഇട്ടേക്കുന്നത്, അത് ആദ്യം ഒന്ന് തുടച്ചു കളയാവേ. എന്നിട്ട് ആദ്യത്തെ ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത് നോക്കട്ടെ, റേസിൻ റസ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ആദ്യം എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഓക്കെ, സംഭവം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. കയ്യിൽ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ആദ്യത്തെ ഷെയ്ഡ് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു ഓറഞ്ച് ടിൻറ്റൊക്കെ വരുന്ന ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. നല്ലതായിരിക്കും, ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ്. പക്ഷെ എനിക്ക് അത്ര ഇങ്ങോട്ട് ചേരുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ളത് അത്ര ചേരാറില്ല കേട്ടോ. ഓക്കെ, ഉണങ്ങി കഴിയുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് സ്മഡ്ജ് ആവുമെന്ന് നോക്കാവേ. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്നും ആവും കേട്ടോ. ഇവിടെ ഇത് ഞാനെല്ലാം ഒന്ന് കൊണ്ടുവന്നപ്പോ നോക്കിയതാണ്. അയ്യോ, മൂക്കിൽ പറ്റി. ഇത് മൂക്കിൽ പറ്റിയതായിട്ടോ ഇപ്പറ ഇരുന്നത്. ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ആവുന്നുണ്ട്. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. നമുക്കിനി അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. നിങ്ങൾക്കിപ്പോ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ചേരും. ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് റിമൂവ് ചെയ്യട്ടെ, എന്നാലല്ലേ അടുത്ത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ.
ഞാൻ ഇവിടെ റിമൂവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അത് റിമൂവ് ചെയ്തു. നമുക്കിനി അടുത്തിട്ട് നോക്കാവേ. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് പ്ലം റോസ് ആണ് കേട്ടോ. പ്ലം റോസ് എന്നാണ് ഷെയ്ഡിന്റെ പേര്. ഇങ്ങനെയാണ് കേട്ടോ ഷെയ്ഡ് ഇരിക്കുന്നത്. ഒരു പിങ്കിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇതല്ല കേട്ടോ. അപ്പോ ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഞാൻ അടുത്ത് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് അല്ലേ. ഇത് പ്ലം റോസ് എന്നാണ് കേട്ടോ ഷെയ്ഡിന്റെ പേര്. എനിക്ക് ഇഷ്ടമായി. ഈ ഷെയ്ഡ് ഫെയർ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് വരും. പിന്നെ ഇനി അതല്ല, നിങ്ങളൊരു മീഡിയം ടു ഡസ്കി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ന്യൂഡ് ഷെയ്ഡായിട്ട് ഇത് വർക്ക് ചെയ്യൂട്ടോ. ഇത് പക്ഷെ എല്ലാവർക്കും പോകുന്ന ഒരു ഷെയ്ഡാണ്. ഇനി അടുത്ത ഷെയ്ഡ് ഡസ്റ്റി റോസ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. കയ്യിൽ ഇവിടെ ഇടാം. ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത്. മറ്റേ നമ്മുടെ ആദ്യം ഷെയ്ഡ് നമ്മൾ ട്രൈ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് കണക്ക് വർക്ക് ചെയ്യൂ കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതൊരു ന്യൂഡായിട്ട് ഫെയർ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഒരു ന്യൂഡ് ഷെയ്ഡ് ആയിരിക്കും. ഇനി അല്ലാത്തവർക്കാണെങ്കിൽ ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ബ്രൗൺ ആയിട്ടൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഇത് അത്യാവശ്യം ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ബർഗണ്ടി ആണ് കേട്ടോ. അടുത്തൊരു ഷെയ്ഡ്. നമ്മളിപ്പോ ടോട്ടൽ 5 ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഷെയ്ഡ്. ദൂരെ നിന്ന് കാണുമ്പോൾ അടുത്തോട്ടാണ് ഒരു പിങ്കിഷ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിനകത്ത് ഓറഞ്ച് ടിന്റ് എതുവരെയോ ഒക്കെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ടിട്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു ഷെയ്ഡാണ്. ഒട്ടും അങ്ങനെ ഡ്രൈയിങ് ആക്കുന്നില്ല കേട്ടോ. എന്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. പക്ഷെ ഒട്ടും ഡ്രൈയിങ് ആക്കുന്നില്ല. നല്ല ഷെയ്ഡല്ലേ ഇതൊക്കെ. ഇനി ഫൈനൽ ഷെയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റെഡിഷ് ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. നമുക്കൊരു ഒക്കേഷൻ ഒക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. നന്നായിട്ട് ഫേസ് ബ്രൈറ്റനിങ് ചെയ്യും. ഇതാണ് ഹിബിസ്കസ് റെഡ് എന്നാണ് കേട്ടോ ഷെയ്ഡിന്റെ നെയിം. നമുക്കൊന്ന് ഇട്ട് നോക്കാവേ. ഓ എന്റെ പൊന്നോ, ഭയങ്കര ഡീപ്പായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഷെയ്ഡ് വരുന്നത്. കുറച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് ഈ റെഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ ചുണ്ടിന്റെ ഇവിടെ അതേ കുറച്ച് ഇങ്ങനെ കാണും കേട്ടോ. അപ്പൊ അതിനൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾക്ക് റെഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഉള്ള ട്രിക്ക് വേണമെങ്കിൽ അതൊന്നും പറഞ്ഞാൽ മതി കേട്ടോ. ഞാനത് ചെയ്യാവേ. അപ്പോൾ ഇത് ഭയങ്കരമായ ഒരു റെഡ് ഷെയ്ഡാണ്. നമുക്ക് ഏതെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാൻ കൊള്ളും. അപ്പം പിന്നെ നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു റെഡ് ഷെയ്ഡ് വേണം കേട്ടോ. അത് നല്ലതാണ് ഒരു റെഡ് ഷെയ്ഡ് ഉള്ളത്. അത് ഇടേണ്ട ട്രിക്കിൽ ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പൊ ഞാനിത് ഇടേണ്ട രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 5 ഷെയ്ഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ എന്തായാലും ഇതങ്ങ് തുറച്ചു കളയട്ടെ. മൊത്തം ലിപ്സ്റ്റിക് ആട്ടോ. അപ്പൊ ഇതാണ് ഒരു 5 ഷെയ്ഡ്. ആകെ മൊത്തം വല്ലാതിരിക്കുകയാണ്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു 5 ഷെയ്ഡ്. അടിപൊളി നല്ല ഷെയ്ഡ്സ് ഒക്കെയാണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതാണ്. നമുക്കൊരു 5 ലിപ്സ്റ്റിക്കും 5 ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കുകളാണ്. ഒന്നും എനിക്ക് ഫ്ലോപ്പായി പോയില്ല. എല്ലാം ദൈവവും സഹായിച്ച് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് എടുത്തു വെക്കാം. ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് തന്നെ ഞാൻ വാങ്ങുന്നതാണ്. എനിക്കൊന്നും പെയ്ഡ് പ്രൊമോഷൻസ് അല്ല കേട്ടോ കിട്ടുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി നോക്കുക. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഒരു 7-8 ലിപ്സ്റ്റിക്ക്, 5 ലിപ്സ്റ്റിക്ക് നല്ല ലിപ്സ്റ്റിക്ക് വേണം എന്നുണ്ടെങ്കിൽ, അതും ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു നോക്കുക. എനിക്കിത് റിമൂവ് ചെയ്യാൻ കാരണം ഞാൻ ഇവിടെ മേക്കപ്പ് റിമൂവർ വെച്ചിട്ടാണ് ഇത് പെട്ടെന്ന് റിമൂവ് ആയി പോയത് കേട്ടോ. അപ്പൊ അല്ലാതെ വെറുതെ അങ്ങോട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യില്ല. എന്നാലും
ഭയങ്കരമായ ലോങ് ലാസ്റ്റിംഗ് ഇന്നിട്ട് നാളെ വരെ ഇരിക്കുന്നത് ഞാൻ പറയുന്നില്ല. എന്നാലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കുകളൊക്കെ നിങ്ങൾ തപ്പി നടക്കുകയാണെങ്കിൽ, അതായത് അത്ര ഹെവി അല്ലാത്ത, നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അധികം നമുക്ക് തോന്നൂല കേട്ടോ, ആ രീതിയിലുള്ള ലിപ്സ്റ്റിക്കാണ് ട്രൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അധികം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ഒരു ലിപ്സാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ അത് ഡ്രൈ ആവാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാനിത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിൽ 1-2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആണെങ്കിലും ഇതിന്റെ പേരിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒന്നും കൂടെ അങ്ങോട്ട് ചുണ്ട് ഡ്രൈ ആവുന്നൊന്നുമില്ല. ഓൾമോസ്റ്റ് ഉള്ളൊരു ഡ്രൈനെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ഇതെന്തായാലും ഒന്ന് വാങ്ങി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വാങ്ങിയതാണല്ലോ. ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങുകയാണെങ്കിൽ തന്നെ വെറുതെ ക്യാഷ് കൊടുത്തിട്ട് ഒരു കൂറ് സാധനം വാങ്ങി കയ്യിൽ വെക്കാൻ എനിക്കും താല്പര്യമില്ല. അപ്പൊ ഞാൻ അത്രയും സെർച്ച് ചെയ്ത് അത്രയും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് മാത്രമേ ഞാൻ എൻ്റെ കയ്യിലെ കാശ് എടുത്തിട്ട് ഒരു സാധനം വാങ്ങാറുള്ളൂ. അത് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് പറയാറുണ്ട്. ഇനി അത് മോശമായിട്ട് തോന്നിയത് ഞാൻ മോശമായിട്ടുള്ള റിവ്യൂസ് തന്നെ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കും. നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.